നമ്മൾ $10 $200 എത്തിച്ച സമയത്ത് എനിക്ക് ചില കമൻസ് വരുന്നത് ഞാൻ കണ്ടു. നമ്മളെ സ്ട്രാറ്റജീസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ $10 $200 എത്തിച്ചത്, അത് ഇനി എങ്ങനെയാണ് $10,000 നമ്മൾ എത്തിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ചില ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ട്രേഡിങ്ങിൽ നമ്മളെ സ്ട്രാറ്റജിനേക്കാളും അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനേക്കാളും അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസിനേക്കാളും എല്ലാം നമ്മളെ സ്കിൽസിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് സെറ്റാണ്. നമ്മളെ മൈൻഡ് സെറ്റാണ് ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻറ്റ് ഗൈസ്. സോ നിങ്ങൾ ആദ്യം മാസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങളെ മൈൻഡാണ്. നിങ്ങളെ മൈൻഡ് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ റഷ് ചെയ്ത് ട്രേഡ് എടുക്കാതിരിക്കുക, നിങ്ങൾ പാനിക് ചെയ്യാതിരിക്കുക, ഫോമോ ക്രിയേഷൻ അത് ഒഴിവാക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, പേഷ്യൻസി പഠിക്കുക, മാർക്കറ്റിൽ എപ്പോൾ എൻ്റർ ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പേ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഡിസൈഡ് ചെയ്യുക. നിങ്ങളെ മൈൻഡ് സെറ്റ് ഈസ് ദ ഗെയിം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി സ്കിൽസ് പിന്നെയാണ് വരുന്നത്. നിങ്ങൾ ആദ്യം മൈൻഡ് സെറ്റ് നിങ്ങളിത് കൺട്രോൾ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് സ്കില്ല് യൂസ്ഫുൾ ആവും. സോ ഗൈസ്, വർക്ക് ഓൺ യുവർ മൈൻഡ്, മേക്ക് ഇറ്റ് സ്ട്രോങ്. സീ യു ഓൾ.